സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, തിരിച്ചു വരാതിരിക്കുക. വേലിക്കകത്തെ വീട് സാധാരണഗതിയിൽ ഗേറ്റ് കൊണ്ട് അടച്ചിടാറില്ല, ഇത്തവണ ഗേറ്റ് അടച്ചിടുക, വിശ്വസ്തരോട് ഞാൻ മതിയാക്കി എന്ന് പറയുക. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന, തിരിച്ചു വരാത്ത, മതിയാക്കിയ ഒരു നേതാവിനോട് എന്നാ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറയാൻ കഴിയുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അല്ല, അതിൽ പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്രാൻസ് നീഡ്സ് മീ ദാൻ ഐ നീഡ് ഫ്രാൻസ്. ഫ്രാൻസിന് എന്നെയാണ് ആവശ്യം, എനിക്ക് ഫ്രാൻസിനേക്കാൾ. VSന്റെ കാര്യം അത് തന്നെയാണ്. ഈ പാർട്ടിയെ കൊണ്ടിനി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം. എന്തിനാ? വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡിൽ പടമടിക്കാൻ. അല്ലാണ്ട് പിണറായി വിജയന്റെയോ N മാധവൻകുട്ടിയുടെയോ M സ്വരാജിന്റെയോ പടം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും CPM വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരാണ് ഈ പ്രകടനം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ. VS അച്യുതാനന്ദന് 92 വയസ്സായില്ലേ? M സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റുകാരനും ചതിയനുമാണ്. ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞാണെന്ന് നികേഷ് തോന്നണേ. ഇതൊക്കെ ഇയാൾ പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ. ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ്. അദ്ദേഹം ഈ പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരി വാലന്മാരെ കൊണ്ട്. ചാടിക്കളിയടാ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ്. അവനൊക്കെ എന്ത് പോന്നിവാസം പറയാം. അങ്ങനെ പറയുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ പേർക്ക് രോമാഞ്ചം ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ VS അച്യുതാനന്ദൻ, M സ്വരാജല്ല, അവന്റെ അച്ഛൻ വള്ളി നിക്കറിട്ട് നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. ആ VS അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇനി സ്വരാജാണ് വരുന്നത്. നല്ല കാര്യമായി. ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ആൾക്കാർ താടിക്കിട്ടുണ്ടോ അവൻ്റെയൊക്കെ? അതറിയാമോ? ഇപ്പൊ ആളുകൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം. അതൊക്കെ കേൾക്കാനും കൈയടിക്കാനും കുറെ കുരങ്ങന്മാർ കൊഞ്ഞാണന്മാരുണ്ടാവും, നമ്മുടെ സുധാകരന്റെ ഭാഷ പറഞ്ഞ്. ഈ പക്ഷെ 600 കൊഞ്ഞാണന്മാരകത്തും 3.5 കോടി ആളുകൾ പുറത്തു നിൽക്കുക. അതാണ് പ്രശ്നം. ഈ ഒറ്റുകാരൻ, ചതിയൻ, വഞ്ചകൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് വരെ അധികാരം നൽകാം. അതായത് വലിയ അധികാര ഭ്രാന്തനാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ അധികാരം വേണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയൻ മാതൃക പിന്തുടരാം എന്ന് പറയുമ്പോൾ മന്ദബുദ്ധിയായ മകനെ പിടിച്ച് അധികാരം ഏൽപ്പിക്കാം, കിം ജോങ് ഇല്ലിനെ നമുക്ക് പുനഃസൃഷ്ടിക്കാം എന്ന വാദമാണ്. അതല്ല, ഉത്തര കൊറിയയിലെ സഖാവ് കിം ജോങ് ഉൻ, അദ്ദേഹത്തിന്റെ അമ്മാവൻ, വൃദ്ധനായ അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്ത് സംഭവിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പിണറായി വിജയനും സ്വരാജും കൂടി അച്യുതാനന്ദനെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പത്രത്തിൽ വായിച്ചില്ലേ? അമ്മാവനെയും അമ്മായിയെയും കൊലപ്പെടുത്തി. അങ്ങനെയാണ് ഉത്തര കൊറിയയിൽ ഉണ്ടായത്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. സ്വരാജ് എന്താ ഉദ്ദേശിച്ചത് സ്വരാജിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാരെ, കൊഞ്ഞാണന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത്. അത് മനസ്സിലായില്ലേ? പണ്ട് ഇയാളെ കുരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ? മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ്. മനുഷ്യൻ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യണ്ടായതായിട്ടേക്കണേ. മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായവനാണ് സ്വരാജ്.